ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഇതിനും സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ജീവന്റെ നിയമങ്ങളും പ്രതിഭാസങ്ങളും വിശദീകരിച്ചു വരുന്ന ഈ പരമ്പരയിൽ ഇപ്പോ ഷെൽട്ടൺ മുൻപോട്ട് വച്ച ജീവ നിയമങ്ങൾ, ഫിസിയോളജിക്കൽ ലോസിനെ കുറിച്ച്, ജീവിതത്തിന്റെ നിയമങ്ങളെ കുറിച്ചാണ്, ജീവന്റെ നിയമങ്ങളെ കുറിച്ച് ആണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതില് ഇന്ന് നമ്മൾ ജീവന്റെ സ്വയം സംരക്ഷണ നിയമം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്: The law of self-preservation states that all body actions serve survival first. ജീവന്റെ സ്വയം സംരക്ഷണ നിയമം. ഓരോ ജീവിയും സ്വന്തം ജീവൻ നിലനിർത്താനായി നിരന്തരം പരിശ്രമിക്കുന്നു. ശരീരത്തിന്റെ എല്ലാ ധർമ്മങ്ങളും പ്രവർത്തനങ്ങളും ഈ ലക്ഷ്യത്തിന് വിധേയമാണെന്ന് ഈ നിയമം വിശദീകരിക്കുന്നു. ഈ നിയമപ്രകാരം സൗകര്യങ്ങളെക്കാളും പ്രകടനങ്ങളെക്കാളും നിലനിൽപ്പിനാണ് ശരീരം എപ്പോഴും മുൻഗണന നൽകുന്നത്. ഈ നിയമപ്രകാരമുള്ള പ്രതിഭാസങ്ങൾ പല വിധത്തിൽ ശരീരത്തിൽ പ്രകടമായി കാണാം. ഊർജം സംരക്ഷിക്കുന്നതിനായി രോഗസമയത്ത് വിശപ്പ് കുറയുന്നു. നാശനഷ്ടങ്ങളിൽ നിന്ന് മുന്നറിയിപ്പ് നൽകാനും സംരക്ഷിക്കാനും വേദന പ്രത്യക്ഷമാകുന്നു. അമിതമായ ക്ഷീണം തടയാൻ തളർച്ച പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്തുന്നു. ദോഷകരമായ സ്വാധീനങ്ങൾക്കെതിരെ പ്രതിരോധമൊരുക്കാൻ പഴി സഹായിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ഊർജം പ്രധാന അവയവങ്ങളിലേക്ക് തിരിച്ചുവിടുന്നു. രോഗശാന്തി, വീക്കം, മാലിന്യങ്ങൾ പുറന്തള്ളൽ എന്നിവ ശരീരത്തിന്റെ ശത്രുക്കളല്ല, സംരക്ഷണ പ്രവർത്തനങ്ങളാണ്. രോഗം പോലും ജീവനെ പ്രതിരോധിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും നിലനിർത്താനുമുള്ള ശരീരത്തിന്റെ ശ്രമമാണ്. ജീവനെ സംരക്ഷിക്കാൻ പ്രകൃതിയല്ലാതെ പുറത്തു നിന്നുള്ള ഒരു ഏജൻസിക്കും ജീവനിൽ സ്ഥാനമില്ല എന്നതും ഈ നിയമം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇതാണ് ലോ ഓഫ് സെൽഫ് പ്രിസർവേഷനെ കുറിച്ച് പറയുന്നത്, ജീവന്റെ സ്വയം സംരക്ഷണ നിയമം. ഈ സ്വയം സംരക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആ ജീവിക്കുന്നതിന് ഒരു ജാൻ വയറിന് വേണ്ടിയല്ലേ എന്ന്. ഈ ഒരു ജാൻ വയറ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചാലേ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന പൊതു ധാരണയുടെ പുറത്താണ്. ഭക്ഷണം കഴിക്കാതെയും കുറേയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നൊരു കാര്യമുണ്ട്. എങ്കിലും ഭക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, ജീവനെ നിലനിർത്താനായിട്ട് പ്രധാനപ്പെട്ടതാണ് എന്ന ധാരണയിലാണ് ഭക്ഷണത്തിന് തന്നെ നമ്മൾ ഏറ്റവും ആദ്യത്തെ സ്ഥാനം കൊടുക്കുന്നത്. മറ്റെന്തും നമ്മൾ മാറ്റിവെക്കും, ഭക്ഷണത്തെ മാറ്റിവെക്കില്ല. അതേസമയം ഭക്ഷ്യങ്ങൾ ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ട് ഒരാളാണെന്നിരിക്കട്ടെ, അയാൾക്ക് ഇഷ്ടംപോലെ ഭക്ഷ്യങ്ങളുണ്ട്, ഉണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ ഭക്ഷണമൊക്കെ 1, 2, 3 നേരമൊക്കെ സ്കിപ്പ് ചെയ്തെന്ന് വരും. പക്ഷെ ഭക്ഷണം എന്നുള്ളത് അത്രത്തോളം അവൈലബിൾ അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന് തന്നെയായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോ സ്വയം നിലനിൽക്കണം എന്നുള്ള ആ ആശയത്തിൽ നിന്നാണ്, ആ കാഴ്ചപ്പാടിൽ നിന്നാണ് നാം അതിനു വേണ്ടി യത്നിക്കുന്നത്. ഇപ്പോ സുഖസൗകര്യങ്ങളെ പോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അടിസ്ഥാനപരമായി നാം ശ്രദ്ധിക്കുക, ഇപ്പൊ ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക നമ്മുടെ ജീവനെ സസ്റ്റെയിൻ ചെയ്യിക്കാൻ തന്നെയാണ്. അപ്പോ ശരീരം, ഏതൊരു ജീവിയും അതിന്റെ ശരീരത്തില് അതിന്റെ സുരക്ഷയ്ക്കാണ് എപ്പോഴും പ്രാധാന്യം നൽകുക. അതിനാണ് ഒന്നാമത്തെ പ്രിഫറൻസ്. അപ്പോ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്, പരിശ്രമങ്ങളാണ് നിരന്തരം ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ ശരീരത്തിലുള്ള മുഴുവൻ ധർമ്മങ്ങളും പ്രവർത്തനങ്ങളും ശരീരത്തിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് എന്ന ലക്ഷ്യത്തിന് വിധേയമാണെന്നാണ് ഈ നിയമം പറയുന്നത്. ശരീരത്തിലെ മുഴുവൻ ധർമ്മങ്ങളും സ്വയം സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം, ജീവൻ എന്ന് പറയുന്നത് സ്വയം സംഘാടകത്വമാണ്, സ്വയം പരിചരണമാണ്, സ്വയം സംരക്ഷണമാണെന്നുള്ളത്. അപ്പോ സ്വയം സംഘടിച്ചു, അത് ഉണ്ടായിപ്പോയി, സ്വയം പരിചരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ സ്വയം സംരക്ഷിക്കുക എന്നൊരു കാര്യമുണ്ടല്ലോ, ഇതിനാണ് ഏറ്റവും കൂടുതൽ മുഖ്യത്വം കൊടുക്കുക. എന്ത് വരുമ്പോഴും നമ്മൾ ആ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മെത്തേഡിൽ നിന്നുകൊണ്ട് മാത്രമേ ശരീരം പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ശരീരത്തിന്റെ എല്ലാവിധ ധർമ്മങ്ങളും പ്രവർത്തനങ്ങളും സ്വയം സംരക്ഷണത്തെ വിധേയമാണ്. അപ്പോ സ്വയം സംരക്ഷണം എന്നുള്ള ആശയത്തെ
മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ ധർമ്മങ്ങളും പ്രവർത്തിക്കുന്നത്. ഇപ്പോ എന്റെ ഒരു യാത്ര എന്ന് പറയുന്നത് ഇവിടുന്ന് ഇപ്പൊ ഡൽഹി വരെ ഞാൻ യാത്ര ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ ഡൽഹി വരെയുള്ള യാത്ര തന്നെ തുടർന്നുകൊണ്ടിരിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ ഞാൻ പതുക്കെ വിശ്രമിക്കും, ക്ഷീണിക്കും, വിശ്രമിക്കും. അത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും പൂർവ്വസ്ഥിതിയിലായി എന്ന് തോന്നുമ്പോൾ വീണ്ടും യാത്ര ചെയ്യും. അല്ലാതെ നമ്മൾ തുടർച്ചയായിട്ട് യാത്രയില്ല. അതെനിക്ക് അങ്ങോട്ട് പോകേണ്ടതാണെന്നുള്ള രീതിയിൽ തുടർച്ചയായിട്ട് യാത്ര നമ്മൾ ചെയ്യില്ല. അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പൊ ഉണ്ട്. ഇപ്പോ ഡൽഹിയിലേക്ക് പോകണമെങ്കിൽ ഞാൻ ട്രെയിനിൽ കയറി ഇരുന്നാൽ മതി, കുറച്ചു നേരം കഴിയുമ്പോൾ ക്ഷീണിക്കുമ്പോൾ കിടന്ന് ഉറങ്ങിയാൽ മതി, അപ്പോഴും യാത്ര തുറന്നുകൊണ്ടിരിക്കും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഒരു ദൗത്യം ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ള പ്രക്രിയയിലേക്ക് നമ്മൾ പോകും. ആ സമയത്ത് നമ്മുടെ യാത്ര നിർത്തിവെക്കും. കാരണം യാത്രയല്ല നമ്മുടെ ജീവിതത്തിൽ മുഖ്യത്വം കൊടുക്കുന്നത്. യാത്രയാണ് നമ്മുടെ ധർമ്മമെങ്കിൽ പോലും അതിനേക്കാളും പ്രാധാന്യം ആ ധർമ്മത്തിന്റെ വേഗം കുറച്ച്, ധർമ്മത്തിനോട് താല്പര്യമില്ലാതെയായി അതിനോട് വിയോജിച്ച് അതിൽ നിന്ന് മാറി നമ്മൾ വിശ്രമിക്കും. വിശ്രമം കഴിയുമ്പോൾ വീണ്ടും ധർമ്മത്തെക്കുറിച്ചുള്ള ബോധം വരും. പിന്നെ നമ്മൾ ആ വഴിക്ക് വീണ്ടും പോകും. അപ്പൊ ഇത് ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെക്കാനിസമാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പോ നമ്മുടെ സൗകര്യങ്ങളെക്കാളും നമ്മൾ എന്തിനേക്കാൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിനേക്കാളും നിലനിൽപ്പിനാണ് ശരീരം മുൻഗണന നൽകുക. സസ്റ്റെയിൻ ചെയ്തതിന് ശേഷമേ നമ്മൾ എന്തും പ്രകടിപ്പിക്കുള്ളൂ. നമ്മുടെ നില ശരിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാല്, നിലനിൽപ്പ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും പ്രകടിപ്പിക്കാനൊന്നും നിൽക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോ നമ്മൾ ഒരാൾ ഞെട്ടുകയാണെന്നിരിക്കട്ടെ, അയാള് ഭയത്തോടു കൂടി ഞെട്ടുകയാണെങ്കിൽ അയാൾ പരിസരം മറന്നാണ് ഞെട്ടുക. അയാളുടെ ജീവിതധർമ്മങ്ങളെല്ലാം തന്നെ, ശരീരത്തിന്റെ ഓട്ടോണമസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ ഒരു കാര്യത്തിലേക്ക്, അതായത് ആ ഫിയർ എന്നുള്ള കാര്യത്തിന് അനുസൃതമായിട്ട് നിലകൊള്ളും. അതുകൊണ്ടാണ് ഫിയറിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വികാരമായിട്ട് നമ്മൾ പറയുന്നത്. കാരണം ഫിയർ എന്ന് പറയുന്നത് ജീവൽ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഫിയർ വന്നു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളിലേക്കുള്ള ഫോക്കസ് കൃത്യമായിട്ട് സംഭവിക്കില്ല. അപ്പോൾ ഇത് പ്രകാരം ഒരുപാട് പ്രതിഭാസങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇത് പ്രതിഭാസം കണ്ടു കഴിഞ്ഞാൽ പ്രതിഭാസമാണെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. പക്ഷെ ഇതൊരു പ്രതിഭാസമാണെന്ന് താത്വികമായിട്ട് കാര്യങ്ങളെ നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും. നമ്മൾ അതിനൊരു പ്രധാന ഉദാഹരണമാണ് രോഗം വന്നു കഴിഞ്ഞാൽ വിശപ്പ് പോവും. വിശപ്പ് തീരെയില്ല എന്ന് നമ്മൾ പറയുന്നു. വിശപ്പ് തീരെയില്ല എന്ന് വെച്ചാൽ അതൊരു രോഗമായിട്ടാണ് നമ്മൾ എടുക്കുക. അതല്ല, ശരീരത്തിനകത്ത് മറ്റൊരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥതയുടെ സമയത്ത് ശരീരത്തിനകത്തേക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. അപ്പൊ ഭക്ഷണം എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു, ഭക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ ഗണിക്കുന്നു. പക്ഷെ ഭക്ഷണം എന്നുള്ളത് കഴിക്കുകയാണെങ്കിൽ അത് ഊർജ വ്യയം നടത്തുമെന്നുള്ളപ്പോ നമുക്ക് നമ്മുടെ ശരീരത്തിന് രോഗം വരുന്ന സമയത്ത്, രോഗം ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പൊ രോഗം വരുന്ന സമയത്ത് ഈ വിശപ്പിനോടുള്ള പ്രതികരണം നിൽക്കും. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും കേടുപാടുകൾ നൽകാൻ ഒരു അവസരം ഉണ്ടായിരിക്കട്ടെ, മുള്ളുകൊണ്ടു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാധ ഉണ്ടായി, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ഫുഡ് പോയ്സൺ പോലുള്ള കാര്യങ്ങൾ ഉണ്ടായി, ഉടനെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് എവിടെങ്കിലുമൊക്കെ വേദന തന്നിട്ട് നമ്മളെ അറ്റൻഡ് ചെയ്യിപ്പിക്കും. അവിടെ ആ ശരീരത്തിന് ആ അസ്വാസ്ഥ്യം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് അർത്ഥം ശരീരത്തിന്റെ സുരക്ഷയ്ക്ക് ഭംഗം വരുന്നു, എവിടെയോ സുരക്ഷയ്ക്ക് ഒരു പാളിച്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സമയത്ത് നമുക്ക് വേദന നൽകി നമ്മുടെ അറ്റൻഷൻ അതിനനുസരിച്ചേക്ക് ആക്കിയിട്ട് നമ്മുടെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം സ്ലോ ഡൗൺ ചെയ്യും. ശരീരത്തിനകത്ത് വേദന വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയും സ്ലോ ആവും, നമുക്കറിയാം അല്ലെ. അപ്പോ വേദന നൽകിക്കൊണ്ട് നമ്മളെ അതിൽ നിന്ന് പിൻവലിപ്പിക്കും. ഈ നമ്മുടെ ശരീരത്തിൽ ഇപ്പോ എല്ലൊടിയുകയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കട്ടെ, ശരീരത്തിന് ഉയർന്ന വേദന വന്നിരിക്കട്ടെ, ഈ വേദന പോലും അറിയാത്ത രീതിയിൽ ശരീരം അങ്ങനെ ബോധം നേടും. ഇപ്പോ ശരീരത്തിന് ഉള്ളിൽ കുറച്ച് പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു, കുറച്ച് തേയ്മാനമൊക്കെ വന്നു, ശരീരത്തിന് പുതിയൊരു റിക്കവറിയുടെ സമയം ആവശ്യമാണെങ്കിൽ ശരീരം ഉടനെ തന്നെ ഉത്തേജകങ്ങൾ കഴിക്കാൻ തോന്നുകയല്ല നമുക്ക് ചെയ്യുക. ശരീരത്തിന് തോന്നുക തളർച്ചയാണ്. തളർച്ച വന്നു കഴിഞ്ഞാൽ വിശ്രമിക്കുക എന്നുള്ളതാണ് പിന്നത്തെ വശം. അപ്പൊ ശരീരത്തിനകത്ത് ആന്തരിക പ്രവർത്തനങ്ങൾ പ്രോപ്പർലി, ഇപ്പം നമ്മുടെ മെറ്റാബോളിക് ഡിസോർഡർ ഉണ്ട്, പിന്നെ നമ്മുടെ ശരീരം കൃത്യമായ രീതിയിൽ ഈ ഗ്ലൂക്കോസ് ബേൺ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ്, ഊർജത്തിന്റെ കുറവ് വരും. ഊർജത്തിന്റെ കുറവ് വരുന്ന സമയത്ത് നമുക്ക് ഉടനെ തന്നെ വേറൊരു ഭക്ഷണം കഴിക്കുക എന്നല്ല ആ സമയത്ത് തോന്നുക, വിശക്കുകയല്ല ചെയ്യുക.
ഇവിടെ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചോളം പ്രാഥമികമായിട്ട് അതൊരു വിശപ്പൊക്കെ തോന്നും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വിശപ്പല്ല തോന്നുക, തളർച്ചയാണ്. എങ്ങനെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള ഒരു കാര്യത്തോടും ഒന്നും തോന്നാത്ത രീതിയിലൊരു മന്ദത ഉണ്ടാവും. എന്തിനാണ് മന്ദത? മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ചിട്ട് ബാഹ്യ പരിസരവുമായിട്ട് ഇടപെടാനുള്ള ഡൈനാമിക് ആക്ടിവിറ്റിയെ മുഴുവൻ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വിശപ്പ് എന്നുള്ളത് ഇല്ലാതെയാക്കുന്നത്. ആ വിശപ്പില്ലാതെ ആക്കുന്നതോടുകൂടി നമ്മൾ പിന്നെന്താ നമുക്ക് സംഭവിക്കുക? നമ്മൾ തളർന്നു പോകുന്നു. ആ തളർച്ചയിൽ നമുക്ക് വിശ്രമിക്കാൻ തോന്നും. വിശ്രമിച്ചാൽ മതി, ഇത് റിക്കവർ ചെയ്തു വരും. ശരീരത്തിനകത്തേക്ക് ഏതെങ്കിലും അനുചിതമായ സാഹചര്യങ്ങൾ, അനുചിതമായ ഭക്ഷണം, അനുചിതമായിട്ടുള്ള ഏതെങ്കിലും ഓർഗാനിസം നമ്മുടെ അകത്തേക്ക് കയറി, അല്ലെ അനുചിതമായിട്ടുള്ള ടോക്സിൻസ് നമ്മുടെ അകത്തേക്ക് കയറി, ഉടനെ തന്നെ അതിനെ പ്രതിരോധിക്കാനായിട്ട് പനി എന്നുള്ളത് സഹായിക്കും. പനി വരുന്ന സമയത്ത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി, നമ്മുടെ ഡൽഹി വരെയുള്ള യാത്ര മുടങ്ങും, ശരിയാ. പക്ഷേ അതിലൂടെ ശരീരം ഈ ഒരു പ്രവർത്തനത്തെയാണ്, ശരീരത്തിലെ ഈ അനുചിതമായ സാധനങ്ങളുമായിട്ട് ചേരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലാണ് ശരീരം ഏർപ്പെടുക. അതിനുവേണ്ടിയാണ് അവിടെ പനി അവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങൾ ഊർജം പ്രധാന അവയവങ്ങളിലേക്ക് തിരിച്ചുവിടുന്നു. ശരീരത്തിനകത്തെ ഏതെങ്കിലും അവയവം കേടുവരികയാണെങ്കിൽ, അടിയന്തരമായിട്ട് കേടുവരികയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിലെ ബാക്കി എല്ലാ ഊർജ്ജത്തെയും പിൻവലിക്കും. എന്നിട്ട് അവിടേക്ക് മാത്രം ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ലിവറിനൊരു പ്രോബ്ലം ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കുടലിനൊരു പ്രോബ്ലം ഉണ്ടെന്നിരിക്കട്ടെ, ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ദ്രിയങ്ങളിൽ നിന്ന് മൊത്തം നമ്മൾ വലിയും. നമുക്ക് നേരെ കാണില്ല, ചെവി കേൾക്കില്ല, കണ്ടാലും കേട്ടാലും ഇതങ്ങ് വർക്ക് ചെയ്യില്ല. കാരണം ഇതൊക്കെ തുറന്നിരിക്കുമ്പോൾ മൊബൈലിന്റെ ക്യാമറ തുറന്നിരിക്കുന്നത് പോലെ, എന്നാലും അത് എടുക്കാതിരിക്കുന്നത് പോലെ നമ്മുടെ കണ്ണും കാതും ഒക്കെ തുറന്നിരുന്നാലും അത് പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി കുറച്ചിട്ട് നമ്മുടെ ഉള്ളില് എവിടെയാണ് കേടുപാടുകളുള്ളത് അവിടേക്ക് കൂടുതൽ ഊർജം ചെലുത്തും. അപ്പോ എവിടെയാണോ സുരക്ഷ വേണ്ടത്, എവിടെയാണോ റിപ്പയറിംഗ് വേണ്ടത്, അവിടേക്ക് കാര്യങ്ങൾ തിരിച്ചു വരും. ഇങ്ങനെ നോക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാകുന്നത്, വീക്കം ഉണ്ടാകുന്നത്, മാലിന്യങ്ങൾ പുറന്തള്ളുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശരീരത്തിന്റെ ശത്രുക്കളെയല്ല. ഇപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് രോഗം വരുന്നതും അതെ, രോഗശാന്തി വരുന്നതും അതെ, ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് വരുന്നത്, വിസർജനം നല്ലപോലെ കൂടുന്നത്, ഛർദി, വയറിളക്കം തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്, അതുപോലെ അമിതമായി വിയർപ്പ് വരുന്നത്, ഇതൊന്നും ശരീരത്തിന്റെ ശത്രുക്കളല്ല. അത് സംരക്ഷണ പ്രവർത്തനങ്ങളാണ്, ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ശരീരത്തിൽ കാണുന്ന മിക്കവാറും നോർമൽ അല്ലാതെ ഇരിക്കുന്ന ആക്ടിവിറ്റി, ഇപ്പൊ നമ്മളിപ്പോ ഈ സംസാരിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരും വിയർക്കുന്നില്ല, പക്ഷെ നിങ്ങൾ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയി ശരീരം വിയർക്കാൻ തുടങ്ങും. അപ്പോൾ ശരീരത്തിനകത്തേക്ക് ഇത്തരത്തിലുള്ള വിയർപ്പ് മുതൽ കിതയ്ക്കൽ മുതലുള്ള ഏത് കാര്യം സംഭവിച്ചാലും ശരി, അത് ശരീരത്തിന്റെ ശത്രുവല്ല, ശരീരത്തിന്റെ മിത്രമാണ്, സംരക്ഷണ പ്രവർത്തനമാണ്. ഈ രോഗം എന്ന് പറയുന്ന അവസ്ഥ പോലും ജീവനെ പ്രതിരോധിക്കാനും ജീവനെ സംരക്ഷിക്കാനും ഈ ജീവനിലേക്ക് വരുന്ന മറ്റ് അനുചിത സാഹചര്യങ്ങളെ പ്രതിരോധിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും ശരീരത്തെ നിലനിർത്താനും വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പൊ രോഗമെന്ന് പറയുന്നത് ഒരിക്കലും ശത്രുവല്ല, മിത്രമാണ്. കാരണം അത് സംരക്ഷണത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുക. ഇപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് രോഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഒരു ചെറിയ രോഗമുണ്ട്, അത് നാളെ മുതൽ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ചെറിയ ക്യാൻസറിന്റെ സിംറ്റം ഉണ്ടായി, അത് നാളെ മുതൽ കൂടി വരികയാണെന്നുള്ള അവസ്ഥ ശരീരത്തിന് ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണമാകുന്നത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളപ്പോ അവിടെ ഒരു പെയിനോ അവിടെ ഒരു അസ്വാസ്ഥ്യമോ ഉണ്ടാവുന്ന സമയത്ത് അതിനെ പരിഗണിക്കാതെ നമ്മൾ അതിനെ തല്ലിക്കെടുത്തിയിട്ട് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ശരീരത്തെ പൊല്യൂട്ട് ചെയ്യുന്ന മറ്റു കാര്യങ്ങളിലേക്ക് വീണ്ടും തുടർന്നു പോകുമ്പോഴാണ് ഈ അസുഖം കൂടുന്നത്. അല്ലാതെ അസുഖം കൂടില്ല. അസുഖം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥത പ്രകടിപ്പിക്കും. അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, ഭക്ഷണം കഴിക്കാതിരിക്കുക, ആക്ടിവിറ്റി ചെയ്യാൻ തോന്നില്ല, ആക്ടിവിറ്റി ചെയ്യേണ്ട, യാത്ര ചെയ്യാൻ തോന്നില്ല, യാത്ര ചെയ്യേണ്ട. നമ്മുടെ ശരീരം പറയും നമ്മളോട് എന്ത് ചെയ്യണമെന്ന്, അത് ചെയ്താൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ശരീരം അതിനെ ക്രമപ്പെടുത്തും. അതിനു പകരം നമ്മൾ അതിനെ തല്ലിക്കെടുത്തിയാലോ, ശരീരം സ്വയം സംരക്ഷിക്കാനായിട്ട് കാണുന്ന കാര്യങ്ങളെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി തല്ലിക്കെടുത്തിയാലോ ശരീരത്തിന് മനസ്സിലാവില്ല. കാരണം ശരീരത്തിന് സൗകര്യമല്ല വേണ്ടത്, സുരക്ഷയാണ്. അപ്പൊ സുരക്ഷയെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആധുനിക ജീവിതത്തിന്റെ വ്യവഹാര ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിനെ തല്ലിക്കെടുത്തിയാൽ ശരീരം പിന്നെ ഇതിനോട് പ്രതികരിക്കാത്തൊരവസ്ഥ വരും. പിന്നെ ശരീരത്തിന് ഊർജ്ജ നഷ്ടം ഉണ്ടാവും, ആ ശരീരത്തിന്റെ സുരക്ഷ നഷ്ടമായി തീരും.
അപ്പോഴാണ് ഈ രോഗങ്ങൾ വർദ്ധിക്കുക എന്നുള്ളൊരവസ്ഥ വരുന്നത്. അല്ലെങ്കിൽ രോഗം വർദ്ധിക്കില്ല, രോഗം വന്നു കഴിഞ്ഞാൽ അസ്വസ്ഥത തരും, അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നമ്മളത് പിന്മാറി കഴിഞ്ഞിട്ട് രോഗം പോകും. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണ്. അപ്പോൾ ജീവനെ സംരക്ഷിക്കാൻ പ്രകൃതിയല്ലാതെ പുറത്തു നിന്നുള്ള ഒരു ഏജൻസിക്കും സ്ഥാനമില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോ ഔഷധങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതാണ്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ അത് പ്രകൃതിയല്ല, നമ്മുടെ പ്രകൃതിയല്ല, നമ്മുടെ ഭക്ഷണമല്ല. ഔഷധം എന്നുള്ള അസുഖം വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന കാര്യമല്ലേ, നമുക്ക് കഴിക്കാൻ രുചിയോടുകൂടി കഴിക്കുന്ന, താല്പര്യത്തോട് കഴിക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാട്ടെ. ഇപ്പോൾ എവിടെ ചെന്നാലും വേപ്പല കണ്ടു കഴിഞ്ഞാൽ എടുത്ത് വായിലിടുന്ന ശീലമുള്ളവരെ കണ്ടിട്ടുണ്ട്. അതൊരു ശീലമാണ്, അതല്ലാതെ അവരുടെ ഭക്ഷണമല്ല. അപ്പോ പുറത്തു നിന്നുള്ള ഒരു ഏജൻസി, ഈ ഔഷധം എന്ന് പറയുന്ന ഏജൻസി, ഇതിന് ശരീരത്തിനകത്ത് പോയിട്ട് ആരോഗ്യം ഉണ്ടാക്കാനൊന്നും കഴിയില്ല. കാരണം ആരോഗ്യം ഉണ്ടാക്കേണ്ടത് ശരീരത്തിന്റെ സ്വാഭാവികതയിലൂടെയാണ്, ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനത്തിലൂടെയാണ്. ഒരു വൈദ്യന്, ഒരു ഡോക്ടർക്ക് ശരീരത്തിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ചിലപ്പോൾ ശരീരം മുറിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ എന്തെങ്കിലും കടത്തി മുറിച്ച് കളയും, അല്ലെങ്കിൽ എന്തെങ്കിലും തുന്നി വയ്ക്കും, അതല്ലെങ്കിൽ അതിനകത്തേക്ക് അതിന്റെ പ്രവർത്തനത്തിന് ഡിറക്ഷൻ തിരിക്കാൻ വേണ്ടി നമ്മൾ ഔഷധം കൊടുക്കും. പക്ഷെ ഇതൊക്കെ ആരോഗ്യത്തെ ഗുണപ്പെടുത്തുന്നു? ആരോഗ്യത്തെ ഗുണപ്പെടുത്തില്ല. അപ്പോ ശരീരത്തിന്റെ സംരക്ഷണ പ്രവർത്തനം എന്നുള്ളത് ശരീരമാണ് നടത്തേണ്ടത്, വേറൊരു ഏജൻസിയല്ല, ഒരു വ്യക്തിയല്ല, ഒരു ഔഷധമല്ല, മറ്റൊന്നുമല്ല. അത് ശരീരം തന്നെയാണ്. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കലാണ് ഒരു നല്ല ശമന ചികിത്സകൻ ചെയ്യേണ്ടത്. നിങ്ങൾ ശമനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാളുടെ ശരീരത്തിന് പൂർണ്ണമായിട്ട് വിശ്രമം നൽകാനുള്ള, ഈ പ്രശ്നമുണ്ടാകാൻ കാരണമായവയെ ഒഴിവാക്കാനുള്ള ശ്രദ്ധയോടുകൂടിയുള്ള ഇടപെടലാണ് വേണ്ടത്. ഈ ഇടപെടൽ വഴി മാത്രമാണ് നമുക്ക് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ കഴിയുക. അവിടെയും പശ്ചാത്തലത്തെ ഒരുക്കുക മാത്രമാണ് ചികിത്സകൻ ചെയ്യുന്നത്. അതല്ലാതെ അയാൾ ഈ ശരീരത്തിനകത്തുള്ള കേടുപാടിനെ മാറ്റാനുള്ള ഒരു ഏജൻസിയല്ല. ഇപ്പോൾ ശരീരത്തിന് വളരെയധികം ക്ഷീണം സംഭവിച്ച, ശരീരത്തിന് സ്വാഭാവികമായിട്ടും ഇതെല്ലാം ക്രമീകരിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെന്നിരിക്കട്ടെ, അയാളുടെ മുകളില് നമ്മളിപ്പോ ഈ വിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാണെന്നില്ല. അവിടെ ഒന്നുകൊണ്ടും ശരിയാവില്ല. അയാൾ പതുക്കെ ഡാംപ് ഡൗൺ ചെയ്യും, അയാള് പതുക്കെ ഇങ്ങനെ ഒതുങ്ങി പിന്നെ പ്രവർത്തനം ഇല്ലാതെയാവും. അപ്പോ സംരക്ഷണം എന്ന് പറയുന്നത്, സ്വയം സംരക്ഷണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ കഴിഞ്ഞതിന് ശേഷമേ ശരീരം മറ്റൊന്നും ചെയ്യുന്നു. ഒരു താല്പര്യമുള്ള കാര്യമാണെങ്കിൽ ശരി, താല്പര്യങ്ങളിൽ നിന്ന് പിൻപോട്ട് വലിക്കും. ധർമ്മമാണെങ്കിൽ ശരി, ധർമ്മബോധ്യം തന്നെ. ഇപ്പൊ ഞാൻ ഒരാളെ കാണാൻ ചെല്ലേണ്ടത് അത്യാവശ്യമാണെന്ന് ഉള്ളപ്പോ, സാധാരണ രീതിയിലാണെങ്കിൽ നമ്മുടെ ആദർശമൊക്കെ വർക്ക് ചെയ്യും. ഞാൻ അവരോട് പറഞ്ഞ സമയത്ത് തന്നെ ചെല്ലണം, ഞാൻ അയാളെ കാണാതിരുന്നത് ശരിയാവില്ല എന്നൊക്കെ നമ്മൾ പറയും. നമുക്ക് ക്ഷീണം ബാധിച്ചാലോ, നമുക്ക് ഈ തോന്നലുകൾ, ധർമ്മബോധ്യമൊക്കെ അങ്ങോട്ട് കുറയും. നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോ അമ്മയും കുഞ്ഞും കൂടെ കടലിൽ മുങ്ങാണ്. കുഞ്ഞ് ചിലപ്പോൾ ഫ്ലോട്ട് ചെയ്ത് വരും. അമ്മ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് ഫ്ലോട്ട് ചെയ്യാൻ കിട്ടുന്നില്ല, അമ്മ മുങ്ങി പോവുകയാണെങ്കിൽ കിട്ടുന്നത് കുഞ്ഞിന്റെ കൈയാണെങ്കിൽ കുഞ്ഞിന്റെ കൈ പിടിച്ച് മുങ്ങിയങ്ങ് പോകും. കാരണം സ്വയം സംരക്ഷണമാണ് ശരീരത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാണ് ബന്ധങ്ങളും വികാരങ്ങളും മറ്റ് താല്പര്യങ്ങളും പ്രകടനങ്ങളും എല്ലാം വരുന്നത്. അപ്പോ ശരീരത്തിന്റെ സ്വയം സംരക്ഷണം എന്ന് പറയുന്നത് എല്ലാ ധർമ്മങ്ങളെയും ബാധിക്കുന്നു. എല്ലാ ധർമ്മങ്ങളെയും ഒതുക്കിയ ശേഷമാണ് ആ സ്വയം പ്രവർത്തനം എന്നുള്ളതിലേക്ക്, സ്വയം സംരക്ഷണം എന്നുള്ളതിലേക്ക് പോവുക. സ്വയം സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്രവർത്തനം ആവശ്യമായി വന്നാൽ അത് മറ്റെല്ലാ ധർമ്മങ്ങളെയും ഓവർ റൈഡ് ചെയ്യും. ഇതാണ് ദ ലോ ഓഫ് സെൽഫ് പ്രിസർവേഷൻ. നിങ്ങളുടെ ശരീരത്തിൽ ഈ ലോ ഓഫ് പ്രിസർവേഷൻ എവിടെയെല്ലാമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിരീക്ഷിക്കുക. ഇതിന്റെ അടുത്ത വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.